ടാസ്ക് ഒക്കെ അവസാനിച്ച് കഴിഞ്ഞപ്പോൾ അനുമോള് ഒരു ബെഡിൽ വന്ന് ഇങ്ങനെ കിടക്കുകയാണ്. ആരോടും സംസാരിക്കാനൊന്നും പോകുന്നില്ല. ടാസ്ക് കഴിഞ്ഞു, നേരെ വന്ന ആ ഒരു ബെഡിൽ ഇങ്ങനെ കിടക്കുന്നു. തൊട്ട് ഓപ്പോസിറ്റ് ബെഡിൽ നെവിനും കിടപ്പുണ്ട്. അപ്പോൾ ഒരു സോഫയിലിരുന്ന് ഷാനവാസും അനീഷും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ദേണ്ടറ അനുമോള് പോയി കിടക്കുന്നത് കണ്ടോ? അവൾ ടാസ്ക് കഴിഞ്ഞ ഉടനെ തന്നെ സങ്കടത്തിലാണ്. കാരണം 1,40,000 രൂപ അനുമോള് തന്നെ കളക്ട് ചെയ്തല്ലോ. അപ്പോൾ അവർ തമ്മിലൊരു ഡീലെങ്ങാണ്ട് വെച്ചിട്ടാണ് പോയത്. ഇവർ ഈക്വലി പണം ഡിവൈഡ് ചെയ്യാനോ അങ്ങനെ എന്തൊരു ഡീൽ വെച്ചിരുന്നു. അപ്പോൾ 1,40,000 രൂപ ഇനി ഷെയർ ഇടണമല്ലോ എന്നോർത്ത് അനുമോള് സങ്കടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഷാനവാസും അനീഷും തമ്മിൽ പറയുന്നത്. എന്തായാലും ആ ഒരു പണം ടാസ്കിൽ ഏറ്റവും കൂടുതൽ പണം കളക്ട് ചെയ്തത് അനുമോളാണ്. 7 കെട്ട് നോട്ടുകളാണ് എടുത്തത്. ഓരോ കെട്ടിലും 20,000 രൂപ വെച്ചാണ്. അങ്ങനെ 7 കെട്ടിന് 1,40,000 രൂപ അനുമോള് ആ കാറിൻ്റെ അകത്ത് നിന്നും കളക്ട് ചെയ്തു. അതിൽ 20,000-ഉം അക്ബർ 60,000 രൂപയുമാണ് കളക്ട് ചെയ്തത്. ഈ ഒരു ടാസ്കിന് ഇനി ഒരു രണ്ടാം ഘട്ടമുണ്ടോ എന്നറിയത്തില്ല. കാണാൻ സാധ്യത കുറവായിരിക്കാം. കാരണം ഇതിനോടകം തന്നെ 7 ലക്ഷം രൂപയിലടുത്ത് മണി ടാസ്കിലൂടെ അവിടെ പല മത്സരാർത്ഥികളും നേടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഒന്നാം സ്ഥാനം ലഭിക്കുന്നവർക്ക് കിട്ടാൻ പോകുന്നത് 43 ലക്ഷം രൂപ മാത്രമാണ്. അപ്പോൾ അതിൽ നിന്നും ഇനിയും കുറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്തിന് ഒരു വിലയില്ലാതായി പോവില്ലേ? അപ്പോൾ ഇനി ടാസ്കുകളെല്ലാം അവസാനിച്ചതാണ് എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.